കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിയും വിക്രം പ്രകാശും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം കാർത്തി പറഞ്ഞു, ഇനി ഒരു കാരണവശാലും വിക്രത്തിന് ഒരാപത്തും ഉണ്ടാവില്ല. ഈ കാർത്തിയെ പറയണേ, ആർക്കും വിക്രത്തിനെ തകർക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, മോള് വന്നാ ഞങ്ങളുടെ ഭാഗ്യം. മോളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയിലിൽ കിടന്ന് ഇവന്റെ ജീവിതം തീർന്നേനെന്ന് പറയാം. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് അവറ്റാളാ. ആ സോണിയും കല്യാണിയും എല്ലാവരും കൂടെ ചേർന്നിട്ടാന്ന് പറയാം. പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, ഇനി ഇപ്പൊ അതോർത്ത് അതിന് അച്ഛൻ വേദനിക്കണ്ട കേട്ടോ. കാരണം ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അറിഞ്ഞായിരുന്നു, സരയു കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺസ്ട്രക്ഷൻ കമ്പനി പിടിച്ചെടുത്ത് അവരാണ് പിന്നീട് ആർസ് കൺസ്ട്രക്ഷൻ ആക്കിയെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി അച്ഛൻ അതേക്കുറിച്ചൊന്നും പേടിക്കണ്ട. ഇനി അവരൊന്നും അച്ഛന് ഒരു ശല്യത്തിനും വരത്തില്ല. അവരേക്ക് ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, മോളെ അവരത്ര നല്ല ആൾക്കാരൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം അച്ഛാ. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം വെറും ഒരു കാർത്തിക ഫുഡ് പ്രോഡക്ട്സ് മാത്രമായിരിക്കും ഇത്. പക്ഷേങ്കിൽ ഇനി മിക്കവാറും ഉടനെ തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുവാണെങ്കിൽ അത് ആർ എസ് കൺസ്ട്രക്ഷനുള്ള ഏറ്റവും വലിയ അടിയായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അച്ഛൻ കണ്ടു. അത് മാത്രമല്ല, അങ്ങനെ ഒരു കമ്പനി ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരായിരിക്കും എന്നറിയാവോ? ഈ വിക്രമായിരിക്കും. ഇവനെ ഞാൻ ഉയർത്തിക്കൊണ്ട് വരും. പിന്നെ ആർക്കും ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഈ നന്ദിയും കടപ്പാടും ഇതെങ്ങനെ പറഞ്ഞു തീർക്കണം എന്ന് എനിക്ക് അറിയില്ല മോളെ എന്ന് പറയാം. ഏയ്, അച്ഛൻ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഇതേ അച്ഛന്റെ മോനെ എന്റെയും കൂടെ ആങ്ങളയല്ലേ, അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. പരമാവധി കൊണ്ട് ഉയർത്തിക്കൊണ്ട് പോവാ പ്രകാശനെ വിക്രത്തിനെയൊക്കെ. അവരങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് കാർത്തിക് വിചാരിച്ചു. ഈ സമയം പ്രകാശം പറഞ്ഞു, അതെ മോളെ, എനിക്ക് ഒന്ന് രണ്ട് പേരോട് കണക്ക് ചോദിക്കാനുണ്ട്. കണക്ക് ചോദിച്ചിട്ട് ഞാൻ വരാം. അവറ്റകളൊന്ന് പോയി കാണണ്ടേ. ആ കല്യാണി എന്ന് പറയുന്നവളൊക്കെ ഇല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം പറ്റില്ല. നീ വാടാ മോനെ എന്ന് പറയാം. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, കാണാനുള്ളവരെല്ലാം പോയി കണ്ടോ, വെല്ലുവിളിച്ചോ, ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാ. എന്തിനു വേദന ഈ കാർത്തിയെ കൂടെ ഉണ്ടാവെന്ന് പറയാ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. വാടാ മോനെ എന്ന് പറഞ്ഞ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പ്രകാശനം അങ്ങോട്ട് പോവാ. ഈ സമയം ഭാനുമതിയമ്മ പറഞ്ഞു, മോളെ നല്ലൊരു കാര്യം മോള് ചെയ്തു തന്നെ. മോളിപ്പോ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താനെന്ന് ചോദിക്കാം. അതൊന്നും ഓർത്തും അമ്മ മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ അച്ഛനോ അല്ലെങ്കിൽ വിക്രത്തിനോ ഒരാപത്ത് സംഭവിക്കില്ല. ഈ കാർത്തിക ഉള്ളിടത്തോളം കാലം എന്ന് പറയാം. ഇങ്ങനെ നല്ലൊരു മോളെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, അതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ. ഞാനിവിടെ മോളായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നെ കണക്ക് ചോദിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, എല്ലാത്തിനും ആ കൊടുക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് തിരിച്ചടി കൊടുക്കാന്നേ. കിട്ടാനുള്ളത് എപ്പോഴാണല്ലോ അവർക്കിട്ട് തന്നെ തിരിച്ചു കിട്ടും. കുറെ കാലം നമുക്കിത് ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് പ്രകാശനും വിക്രം നേരെ ചെല്ലുന്ന കല്യാണിയുടെ കിരണിന്റെ ഓഫീസിലേക്കായിരുന്നു. അങ്ങനെ ചെന്ന് ഇപ്പൊ സെക്യൂരിറ്റിക്കാരനെ കണ്ടില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ ഉണ്ടായിരുന്നല്ലോ. എം ഡിയുടെ പവറിനെക്കാളും പവറോട് കൂടി ഒരുത്താൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. കണ്ടില്ല അവനെന്ന്. അവനെ ഒന്ന് കാണുവാണെങ്കിൽ 4 വർത്താനം പറഞ്ഞിട്ട് പോണമെന്നുണ്ടായിരുന്നു. ഭാഗ്യമുണ്ട് അവന്. അതുകൊണ്ടാണ് അവൻ കണ്ണിപ്പെടാത്തതെന്ന് പറയാം. അപ്പോഴാണ് ഹരിസാർ അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഓ, സെക്യൂരിറ്റിക്കാരൻ മൂത്ത് വലിയ സൂപ്പർവൈസർ ആയ ഒരുത്തനാണല്ലോ ഇറങ്ങി വരുന്നത്. അവനിട്ടെങ്കിൽ അവനിട്ട് 2 എണ്ണം ഇവനിട്ട് പറയാന്നും പറഞ്ഞിട്ട് വിക്രം പ്രകാശനും കൂടി ചെല്ലുവാണ്. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവൻ എന്നാ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയത്? ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോന്നൊക്കെ ചോദിക്കോ. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, പിന്നെന്താ, ഇവൻ ജയിലിൽ തന്നെ വീട് വെച്ച് താമസിക്കുമെന്നൊക്കെ വിചാരിച്ചോ? അല്ല, ഇവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അതേടാ, ഇവൻ ജയിലിൽ വീട് വെക്കാൻ പോവാ. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കേ ഇവിടെ ഏൽപ്പിക്കാണ്ട് ഞങ്ങൾ വന്നാ എന്താ വെച്ചു കൊടുക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഹരിസാർ അതിന് നല്ല തക്കതായൊരു മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വീട് വെക്കാനാണെങ്കിലേ ഇങ്ങോട്ട് ആരങ്ങനെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കെല്ലാം വീട് വെച്ചോ വർക്ക് ചെയ്തോ കൊടുക്കാറുണ്ട്. അതിന് ആളെ ഞങ്ങൾ നോക്കാറില്ലെന്ന് പറയാം. പിന്നെ അവന്റെ ഒരു ഭാവം കണ്ടില്ലേ, അവൻ ഇവിടുത്തെ വലിയ മുതലാളിയാണ് അവന്റെ ഭാവം. അല്ല, നിന്റെ 2 MD എന്ത് ചെയ്യുന്ന ചോദിക്കുക. ഇത് കേട്ടതും അയാൾ ചോദിച്ചു, എന്തിനാ അവരിപ്പൊ കാണുന്ന എന്തിനാന്ന് ചോദിക്കും. കാണുന്ന എന്തിനാന്നോ, 4 വർത്താനം പറയാൻ വേണ്ട. ഓ, അപ്പൊ നിനക്കൊന്നും ഇതിലും കിട്ടിയത് പോരേന്ന് ചോദിക്കും. കിട്ടിയതോ? ഇനി കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഈ പ്രകാശനും വിക്രവും ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ. നിന്റെ MD പറയാ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, മര്യാദയ്ക്ക് ഇവിടെ നിങ്ങൾ ചിലക്കാതെ പോകാൻ നോക്ക്. അവരെ കണ്ട ആ കാര്യമൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വന്നല്ലോ, വെറുതെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നാലേ പോകാൻ നോക്കാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞു, പോണോ വേണ്ടേ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതുകൊണ്ട് കൂടുതൽ നീ ഓരോ കാര്യങ്ങൾ പറയണ്ടെന്ന് പറയാ. ഈ സമയത്ത്
രതീഷും അങ്ങോട്ട് വരുന്നത്, ജോലിക്ക് വരുന്നത്. രതീഷ് അങ്ങനെ വന്ന് ഇറങ്ങിക്കുമ്പോൾ വിക്രമും പ്രകാശം നിൽക്കുന്നുണ്ട്. പക്ഷേ രതീഷ് അങ്ങോട്ട് വന്നിട്ട്, ആഹാ ഇവൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയോന്ന് ചോദിക്കും. പ്രകാശം ചോദിച്ചു, പിന്നെന്താടാ അവൻ അവിടെ എല്ലാ കാലം അവിടെ കിടക്കുമെന്ന് നീ വിചാരിച്ചോ? അല്ല, ഇവന്റെ കയ്യിലിരിപ്പ് വെച്ച് അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് വിക്രം പറഞ്ഞു, അതെ നിനക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്, നീയൊക്കെ വലിയ കമ്പനിയിലെ വലിയ സ്റ്റാഫാന്ന്, അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാം. ഈ സമയം രതീഷ് പറഞ്ഞു, അതേടാ അഹങ്കാരമുണ്ട്, എനിക്കിപ്പോ ഇത്ര നല്ല അഹങ്കാരം തന്നെയുണ്ട്. കാരണം എനിക്ക് ശമ്പളം തരുന്നേ കല്യാണിയും കിരണും കൂടിയാ. പിന്നെ എനിക്ക് അഹങ്കരിച്ചാൽ എന്താ കുഴപ്പം? എന്റെ ഭാര്യ, എന്റെ മകളുടെ മുൻ ഭർത്താവല്ലേ നീ? മുൻ ഭർത്താവോ? അപ്പൊ നിങ്ങളുടെ മകളുടെ ഭർത്താവല്ലേ ഇപ്പോഴും ഞാനോ? ഓ, ഞാൻ പക്ഷെ അങ്ങനെ നിന്നെ കണക്ക് കൂട്ടിയുള്ളൂ, നിന്നെ ഒരു മരുമകനായിട്ട് പോലും ഞാൻ കണക്ക് കൂട്ടിയിട്ടെന്ന് പ്രകാശം പറയാം. ഇത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, എന്ത് പറ്റി നിങ്ങൾക്ക്? ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയും. ബുദ്ധിമുട്ടോ? എടാ ബുദ്ധിമുട്ടല്ലടാ, ഇപ്പൊ ഒരു നല്ല കാലം വന്നേക്കോ ഞങ്ങൾക്ക്, അതൊന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേന്ന് പറയാം രതീഷിനോട്. നല്ല കാലോ? എടാ ഈ കമ്പനി ഉടനെ തന്നെ പൂട്ടിപ്പോവും. വേണമെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുന്നുണ്ട്, അവിടെ വന്ന് നീ ജോയിൻ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ കഞ്ഞി കുടിച്ചു പോവാം, അല്ലെങ്കിൽ നിനക്ക് മിക്കവാറും നാശം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടെന്ന് രതീഷ് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ ഇപ്പൊ അത്യാവശ്യം കഞ്ഞി കുടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പിന്നീട് അതും പോരാഞ്ഞിട്ട് ഒരു 10-12 സെന്റ് സ്ഥലം കല്യാണം കിരണം ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അവിടെ ഉടനെ തന്നെ ഒരു വീട് വെക്കും, ഒരു ലോൺ എടുത്താണല്ലോ ഒരു വീടൊക്കെ വെക്കും. പിന്നെ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പുതിയ വീട്ടിലേക്കായിരിക്കും ഞങ്ങൾ മാറുന്നത്. ഇത്ര സൗകര്യങ്ങളുള്ളപ്പം ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അത്ര മണ്ടത്തരം ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് പറയാം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, നോക്കിയിരുന്നു 12 സെന്റ് സ്ഥലം കിട്ടിയെന്ന് വെച്ചാൽ നീ അങ്ങനെ അഹങ്കരിക്കണ്ടാ. എടാ ഞങ്ങളുടെ കയ്യിൽ കോടികളാ വരാൻ പോന്നേ, അതുകൊണ്ട് വേണമെങ്കിൽ പോരെന്ന് പറയാണ്. രതീഷ് പറഞ്ഞത്, ഇമാതിരി വർത്താനം പറഞ്ഞ് ഇവിടെ നിൽക്കാതെ ഉള്ള നേരത്തെ സ്റ്റാൻഡ് വിടാൻ നോക്ക്, വെറുതെ ഇവിടെ നിന്ന് മെനക്കണ്ടെന്ന് പറയാ. അതെ അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാ വന്നേ, പക്ഷേങ്കിൽ 1-2 പേരെ കാണാണ്ട് കണ്ടിട്ട് പോകുന്നോളെന്നും പറഞ്ഞുകൊണ്ട് വാടാ മോനെന്ന് പറഞ്ഞ് വിക്രത്തിന്റെ കൈയും പിടിച്ച് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം രതീഷ് ഹരിസാറിനോട് പറഞ്ഞു, എന്തോ കോളടിച്ച ലക്ഷണമുണ്ട്. ശരിയാ, ആരെയോ കുപ്പിയിലാക്കിയിട്ടുണ്ടെന്ന് തോന്നേ, അതാ ഇത്ര അഹങ്കാരം. കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അഹങ്കാരം അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാ. ഈ സമയത്ത് കിരണും കല്യാണി തങ്ങളുടെ ക്യാബിനിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രകാശിന്റെ വിക്രത്തിന്റെ വരവ് അങ്ങോട്ട്. അവരെ കണ്ടതും കിരണും കല്യാണിക്കും മനസ്സിലായി എന്തോ ഊടായിപ്പോയിട്ടാ വന്നിരിക്കുന്നത്. അപ്പോഴൊന്ന് പ്രകാശം പറഞ്ഞു, കണ്ടോടി എന്റെ മോനെ കണ്ടോ? നീയൊക്കെ എന്താ പറഞ്ഞേ? എന്റെ മോനൊന്നും ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങുമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ അവൻ നല്ല രാജകുമാരനെ പോലെ നിന്റെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. കൂടുതൽ അഹങ്കരിക്കരുത് നീയൊക്കെ എന്റെ മോൻ അകത്ത് കിടന്ന സമയത്തെ ഇവനെ തല്ലിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുക, അധികം വൈകാതെ തന്നെ അതിന്റെ കണക്ക് ഞാൻ വീട്ടു എന്ന് പറയാം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ആണോ? നല്ല കഥയെ, ഇവൻ അധികം വൈകാതെ തന്നെ ഇവൻ ജയിലിലേക്ക് തിരികെ പോകും, ഇവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതാണല്ലോ എന്ന് പറയാം. പ്രകാശം പറഞ്ഞു, എന്റെ മോൻ എന്താടി കയ്യിരിപ്പിന് കുറവ്? അവൻ നല്ല രാജകുമാരനാടി, നല്ല രാജാവിനെ പോലെ ജീവിക്കുമെന്ന് പറയാം. ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു, ഇപ്പോഴും രാജകുമാരൻ രാജാവിനും വിടാറായില്ലേ? കള്ളനൊരുത്തൻ ജയിലിൽ പോയി കിടന്നിട്ട് വന്നിരിക്കുക, എന്നിട്ട് ഇപ്പോഴും അവൻ രാജകുമാരനാണ് പോലും. നിങ്ങൾക്ക് രാജകുമാരനായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വെറും കള്ളനാ. ഇതേടം വിക്രം പറഞ്ഞു, നീ കൂടുതൽ അഹങ്കരിക്കണ്ട, നിന്റെ കമ്പനി അധികം വൈകാതെ തന്നെ പൂട്ടിപ്പോന്ന് പറയാ. ഇത് കേട്ടത് കല്യാണി പറഞ്ഞു, ആണോ? പൂട്ടിപ്പോക്കോട്ടെ, അത് പറയാനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങളുടെ സഹായം ആവശ്യമില്ല, പൂട്ടിപ്പോണ സമയത്ത് പൂട്ടിപ്പോക്കോളെന്ന് പറയും. പിന്നെ അവളൊരു ഇച്ചിരി കാശുള്ള ഒരുത്തനെ കല്യാണം കഴിച്ചപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? നീ ഇത് അനുഭവിക്കൂടി, ഞങ്ങളുടെ മുന്നിൽ വന്നത് കെഞ്ചു എന്ന് പറയണം. കെഞ്ചിയത് ആരൊക്കെയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് കിരൺ പറയാ. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വന്ന് യാചിച്ചല്ലേ, ഒരു ഡ്രൈവർ പണിയെങ്കിലും കിട്ടണം പോലും, എന്നിട്ടോ ഒരു ഉടുപ്പില്ലാതെ വന്നിട്ട് തിരികെ പോയതല്ലേ, എന്നിട്ട് ഇപ്പൊ എവിടുന്നോ ഒരു 10 രൂപ കൈ വന്നു കഴിഞ്ഞപ്പത്തിന് അഹങ്കാരം കാണിക്കുന്നു. എത്ര അഹങ്കാരം കാണിച്ചാലും അവസാനം താഴേക്ക് തന്നെ വേണം വന്ന് നിൽക്കാനായിട്ട്. അതേടാ, താഴെ തന്നെ നിൽക്കും. അതെ, നിന്റെ അഹങ്കാരത്തിനുണ്ടല്ലോ നല്ല പണി തന്നെ നിനക്കിട്ട് കിട്ടാൻ പോന്നെ. പിന്നെ അധിക നാള് നീ ഇവളൊന്നും അഹങ്കരിച്ച് ഇങ്ങനെ നടക്കില്ല. ഇനി എന്റെ മോന്റെ ഒക്കെ ഉയർച്ചയുടെ നാളുകളാടാ വരാൻ പോന്നെ. നീയൊക്കെ കാണും ഞങ്ങൾ ഏതറ്റം വരെ എത്തൂന്ന് കണ്ട്, നീയൊക്കെ അസൂയപ്പെടൂടാന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഞങ്ങൾക്ക് ആരോടൊരു അസൂയില്ല, ഒന്നുമില്ല, ഒന്ന് പോയി തന്നാ മതി, ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടെന്ന് പറയാം. പോകാൻ തന്നെയാടി വന്നേ, ഞങ്ങൾ പോവുകയും ചെയ്യും. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവനെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്താ? അല്ല, നീ ഇന്ന് കോടതിയിലേക്ക് പോലും വന്നില്ലല്ലോ, കാര്യം എന്താ? നിനക്കറിയാൻ നിന്ന് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു, അതുകൊണ്ട് മനഃപൂർവ്വം വരായിരുന്നല്ലേ? എടി, ഇപ്പൊ നിന്നെക്കാളും വലിയ പിടിവാളുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഇനി എന്റെയോ എന്റെ മോന്റെയോ നേരെ ചെറു വിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പ്രകാശം വെല്ലുവിളിക്കുക. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, ഇറങ്ങിപ്പോ, അല്ല എന്റെ കൈ വെറുതെ മെനക്കെടുത്തില്ലെന്ന് പറയാം. വിക്രം പറഞ്ഞു, വാച്ച നമുക്ക് പോയേക്കാന്ന് പറയാം. ഒരു തവണ
കിരണിന്റെ കയ്യിൽ നിന്നുള്ള അടി മേടിച്ചുകൊണ്ട് വിക്രം അതിന്റെ ചൂടറിയാം. അതുകൊണ്ട് പ്രകാശനെ വിളിച്ചുകൊണ്ട് പോവാണ്. പ്രകാശൻ പറഞ്ഞു, ഞാൻ ഇനിയും വരൂടി ഇങ്ങോട്ട്, അന്ന് നിനക്കെന്നെ കാണാന്ന് പറയാണ്. ഇങ്ങനെ പ്രകാശനും വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോൾ എന്റെ കല്യാണി പറഞ്ഞു, എന്തോ കോൾ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാ. കിരൺ പറഞ്ഞു, എത്ര നാളത്തേക്ക്? കുറച്ചാള് കഴിയുമ്പോൾ കണ്ടോ വീണ്ടും കാല് പിടിച്ച് വരുമെന്ന് പറയാം. ഈ സമയം പ്രകാശനും വിക്രവും കൂടെ കാറി പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. സോണി ആൽബിയും കൂടെ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുന്നു. അച്ഛാ, വണ്ടി നിർത്തുന്ന വിക്രം പറയാണ്. എന്താണ് പറഞ്ഞത്? എന്തേ ആ സോണി ആൽബി വരുന്നു, ഇവറ്റോട് രണ്ടെണ്ണം പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. തേടി വള്ളി കാല് ചുറ്റുപോലല്ലേ വരുന്നതെന്ന് പറയാം. പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഉണ്ടാകും വണ്ടി നിർത്തി. എന്നിട്ട് വിക്രം പ്രകാശനും കൂടെ ഇറങ്ങുവാണ്. ആഹാ, രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിനാണല്ലോ വരവ്. എടാ നാണമില്ലേടാ നിനക്ക്, ഇവളെപ്പോലെ ഉള്ള ഒരുത്തിനെ ചുമന്നുകൊണ്ട് നടക്കാനായിട്ട്. ഇത് കേട്ടെന്ന് സോണി പറഞ്ഞു, നീ എപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്? എടീ, ആൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ജയിലിൽ നിന്നൊക്കെ അത് ഞാൻ ചിലപ്പോൾ കയറി ഇറങ്ങും, നിനക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. നീയോ ഇവനെ പോലുള്ള ഒരുത്തനെ വല വീശി പിടിച്ചിട്ട് ആ പുറകെ നടക്കുമല്ലേ, ഇവനോ ഒരു രണ്ടാം കെട്ടുകാരനെ ചുമന്നുകൊണ്ട് നടക്കുമല്ലേ. എടാ, ആണത്തുള്ള ഒരാളും ചെയ്യുന്ന പരിപാടിയാണോ ചെയ്തതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആൽബിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ആൽബി പറഞ്ഞെടാ, നിന്നേക്കാളും 100 പേരും തന്നെയാടാ ഞാന്. എടാ, കെട്ടിയ പെണ്ണിനെ നോക്കാൻ കഴിയാത്തവൻ നീ ഒരാണാണോടാ? സ്നേഹിച്ച പെണ്ണിനെ കൂടെ നിർത്തി അവളെ പോറ്റുന്നവനാടാ ആണ്, അല്ലാതെ നിന്നെപ്പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നോവിച്ച് അവളെ വഴിയാധാരമൊക്കെ അല്ല ഞാൻ ചെയ്തേ. ഇത് കേട്ടതും വിക്രത്തിന്റെ മുഖം അങ്ങോട്ട് മാറി. വിക്രമ, നീയൊന്നും അധികം നാൾ സൂഹിക്കാൻ പോകുന്നില്ലടി. ഇത് കേട്ട് സോണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. സോണി പോയിട്ട് അവന്റെ കോളറിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ്. നീ എന്താടാ പറഞ്ഞേ? എന്റെ ആൽബിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഈ സമയം ആൽബി സോണി അങ്ങ് പിടിച്ചു മാറ്റുക. വേണ്ട സോണി, വെറുതെ വിട്ടാരെ, അവൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഇവനെ പോലുള്ളവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടല്ലോ നമ്മുടെ ജോലി. അപ്പൊ നമുക്ക് പോവാന്ന് പറയാണ്. പൊക്കോടാ വിളിച്ചോണ്ട് പൊക്കോ, അതേ കാലം നീ ഒന്നും ഇങ്ങനെ സൂചിച്ചു പാടില്ല എന്ന് പറയാണ്. പിന്നീട് ആലി പറഞ്ഞു, ഇപ്പൊ ആ സോണിന്ന് പറഞ്ഞ് സോണിയെ വിളിച്ച് കയറ്റിക്കൊണ്ടങ്ങ് പോയി. വിക്രത്തിന് ആപ്പടെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. പ്രകാശം പറഞ്ഞു, മോനെ, ഇപ്പൊ നമ്മൾ ദേഷ്യം തീർക്കേണ്ട സമയമല്ല, അറിയാലോ. ഇപ്പൊ നല്ലൊരു ജീവൻ നിനക്ക് കിട്ടിയിട്ടുണ്ട്, അത് നീ മാക്സിമം വിനിയോഗിക്കണം. ആ സമയം നന്നായിട്ട് വിനിയോഗിച്ച നീ ഉന്നതിയിലെത്താനായിട്ട് നോക്കണം, അറിയാലോ. ഇപ്പൊ അടിയും വഴക്കും അല്ല നമുക്ക് വേണ്ടത്. ഈ സമയം സോണി പറഞ്ഞു, ആലിബേടൻ എന്തിനാ എന്നെ തടഞ്ഞേ? അവന്റെ കർണം തീർത്ത് നാളെണ്ണം പൊട്ടിക്കണായിരുന്നു പറയാം. വേണ്ട സോണി, അവനുള്ളത് ഉടനെ എന്നെ കിട്ടിക്കോളും, പിന്നെ നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ കൈ മെനക്കെടുത്തുന്നതെന്ന് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.